നമസ്കാരം പ്രിയപ്പെട്ടവരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ജനാർദ്ദനൻ മൂക്കുത്തല. രുചികരമായിട്ടുള്ള പച്ച തേങ്ങ അരച്ചിട്ട് വെച്ച ഒരു അയലക്കറിയുടെ റെസിപ്പിയാണ് ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കണ്ടിട്ട് ഇതേ രീതിയിൽ ഒന്ന് അയലക്കറി വയ്ക്കാൻ ശ്രമിച്ച് നോക്കുക. തീർച്ചയായിട്ടും ഇഷ്ടപ്പെടാതിരിക്കില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ എല്ലാം മറക്കാതെ ചെയ്യുക. ഒരു രുചികരമായിട്ടുള്ള ഈ അയലക്കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വന്നാലോ നമുക്ക്. കറി ഉണ്ടാക്കാനായിട്ട് മീഡിയം സൈസ് അയലയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. 300 ഗ്രാം അയല കഴുകി വൃത്തിയാക്കിയിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. ആദ്യമായിട്ട് ഇതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കാനായിട്ട് ഒരു പാൻ വെച്ചിട്ട് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി ഇത്രയും ചേർത്തിട്ട് നമുക്കൊരു 1.5 മിനിറ്റോളം ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇത് കളർ മാറി വരുന്നത് വരെ വഴറ്റിയാൽ മതി. ഏകദേശം ഇവിടെ കളർ മാറി വന്നു. ഇതിൻ്റെ തീ ഓഫ് ചെയ്തിട്ട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 പിടി തേങ്ങ ചിരകിയത്, ഏകദേശം ഒരു അരമുറിയേക്കാൾ കുറച്ച് കുറവ്, 2 തക്കാളി കട്ട് ചെയ്തത്, ഒരു 4-5 ചെറിയ ഉള്ളി, ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ഇത്രയും ചേർത്ത് 1 മിനിറ്റ് കൂടെ ചെറിയ തീയിലിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ചുവന്ന കളറൊന്നും ആവേണ്ട, വെറും 1 മിനിറ്റ് മാത്രം ഒന്ന് ചെറിയ തീയിൽ ഒന്ന് കളർ മാറുന്നത് വരെ. കളർ മാറണം എന്ന് നിർബന്ധമില്ല, ചെറുതായിട്ടൊന്ന് ചൂടാക്കിയാൽ മതി. അതിനുശേഷം ഞാനൊരു 3/4 ടീസ്പൂണോളം ഫിഷ് മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നിർബന്ധം ഇല്ല. ഇത് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് അത്യാവശ്യത്തിനുള്ള വെള്ളവും ഒഴിച്ച് നല്ല രീതിയിലൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം. അതിവിടെ അരച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഇതേ പാനിലേക്ക് തന്നെ ഞാനത് ഒഴിക്കുകയാണ്. സ്വല്പം കൂടി വെള്ളം ഗ്രേവിക്ക് ആവശ്യമുണ്ടായിരുന്നു, അത് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. വെള്ളം കുറവുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി ഒഴിക്കാം. ഇപ്പോൾ ഞാൻ പുളി പിഴിഞ്ഞിട്ട് ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. അതിനുശേഷം ചെറുതായിട്ട് ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്ക് ഇത് അടച്ചു വെച്ചിട്ട് തിള വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. സ്വല്പം കൂടി ഉപ്പ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഉപ്പ് ഈ സമയത്ത് നമുക്ക് കറക്റ്റായിട്ട് ഇട്ടിട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ. ഇപ്പോൾ നമ്മുടെ മീൻ കറി ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന അയില കഷ്ണങ്ങളല്ല, മുഴുവനായിട്ടുള്ള അയിലയാണ്. മീഡിയം സൈസ് അയിലയായതുകൊണ്ട് ഞാൻ ചെറുതാക്കിയിട്ടില്ല, അത് അതേപടി ഇട്ട് കൊടുക്കുന്നു. ചെറുതായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക ഈ സമയത്ത്. ഇപ്പോൾ ഇളക്കി യോജിപ്പിച്ചാൽ ഇത് ഉടയാൻ പോകുന്നില്ല, അതുകൊണ്ട് നമുക്ക് നല്ല രീതിയിലൊന്ന് ഇളക്കി യോജിപ്പിച്ച് അടച്ചു വയ്ക്കാം. ഒരു 5 മിനിറ്റ് നേരം കറി ഒന്ന് വേവിച്ചെടുക്കാം. 5 മിനിറ്റിന് ശേഷം തുറന്നാൽ നമ്മുടെ രുചികരമായിട്ടുള്ള അയിലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് നിങ്ങൾക്കിവിടെ കാണാവുന്നതാണ്. രുചികരമായിട്ടുള്ള ഒരു കറിയാണത്. നല്ല തിക്ക് ഗ്രേവിയാണ്, ഒരു ഹോട്ടൽ സ്റ്റൈലിലുള്ള അയലക്കറിയാണ്. ഇനി ഇതിലേക്ക് നമുക്കൊരു വറവ് ചേർക്കാനുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഉപ്പും പുളിയെല്ലാം നോക്കിയപ്പോൾ എല്ലാം കറക്റ്റായിട്ട് നിൽക്കുകയാണ്. അത്യാവശ്യമുള്ള കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് ഞാനത് ഓഫ് ചെയ്തു. പാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചൂടായപ്പോൾ കുറച്ച് ഉലുവട്ട് പൊട്ടിച്ചു. അതിനുശേഷം ചെറിയ ഉള്ളി ചെറുതായിട്ട് അതിന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 6-7 ഉള്ളി ഉണ്ടായിരിക്കുന്നതാണ്. ഇത് ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം കുറച്ച് കറിവേപ്പില കൂടി ചേർത്തിട്ട് ഒന്നുകൂടി വഴറ്റിയെടുക്കാം. എന്നിട്ട് നമ്മുടെ റെഡിയായി ഇട്ട് വെച്ചിരിക്കുന്ന മീൻ കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ രസകരമായിട്ടുള്ള മീൻ കറി റെഡിയായി. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ മറക്കാൻ ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽബട്ടൺ കൂടി അമർത്തിപ്പോൾ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ വീണ്ടും അടുത്ത ഒരു വീഡിയോ ആയിരുന്നിരിക്കും. നന്ദി, നമസ്കാരം. ഞാൻ ജനാർദ്ദനൻ മൂക്കുത്തല. ബായ്.